എല്ലാ വിദ്യാർത്ഥികൾക്കും പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4th ചാപ്റ്റർ നമ്മൾ തുടങ്ങി. 3-4 ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചതാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിൽ ഇന്ത്യയുടെ ഫോറിൻ പോളിസി ഏത് പേരിൽ അറിയപ്പെടുന്നു നമ്മൾ പറഞ്ഞു. ചേരിചേരാ നയം എന്നാണ്, നോൺ അലൈൻഡ് പോളിസി എന്നാണ് ഇന്ത്യയുടെ ഫോറിൻ പോളിസി അറിയപ്പെടുന്നത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യയുടെ ഫോറിൻ പോളിസി ഫോം ചെയ്തത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയുടെ ഫോറിൻ പോളിസി ഫോം ചെയ്തത്. നെഹ്റു ഫോം ചെയ്ത ഫോറിൻ പോളിസിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു, അതിൻ്റെ ഓബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരുന്നു? ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ഫോറിൻ പോളിസി ഓഫ് നെഹ്റു, ഇന്ത്യ എന്നല്ല ചോദിച്ചത്, ദ ഫോറിൻ പോളിസി ഓഫ് നെഹ്റു ഹാഡ് 3 ഓബ്ജക്റ്റീവ്സ്. വാട്ട് ആർ ദേ എന്ന് ചോദിച്ചിട്ടുണ്ട്. നെഹ്റുവിൻ്റെ ഫോറിൻ പോളിസിക്ക് പ്രധാനമായും 3 ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അവ എന്തെല്ലാം ലക്ഷ്യങ്ങളാണ് നെഹ്റുവിൻ്റെ ഫോറിൻ പോളിസിക്ക് ഉണ്ടായിരുന്നത്? നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ ഫോറിൻ പോളിസി ഫോർമുലേറ്റ് ചെയ്തത് നെഹ്റുവാണ്. നെഹ്റുവിൻ്റെ ഫോറിൻ പോളിസിക്ക് 3 ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരുന്നു. ഒന്നാമത്തത് ടു പ്രൊട്ടക്റ്റ് ഹാർഡ് ആൻഡ് ഫ്രീഡം ആൻഡ് സോവറിറ്റി. എന്താ ഹാർഡ് ആൻഡ് ഫ്രീഡം ആൻഡ് സോവറിറ്റി എന്ന് പറഞ്ഞാൽ? ഹാർഡ് ആൻഡ് ഫ്രീഡം, പൊരുതി നേടിയ സ്വാതന്ത്ര്യം, ആൻഡ് സോവറിറ്റി, സോവറിറ്റി മീൻസ് പരമാധികാരം. ഇതിനെ രണ്ടിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുക. നമ്മൾ വളരെ എളുപ്പത്തിലാണോ സ്വാതന്ത്ര്യം നേടിയത്? അല്ല. എന്തുമാത്രം സമര പോരാട്ടങ്ങൾക്കൊടുവിലാണ്, എന്തുമാത്രം ആൾക്കാരുടെ ജീവനാണ് നമുക്ക് ബലി കൊടുക്കേണ്ടി വന്നത്. അത്രത്തോളം. അതുകൊണ്ടാണ് ഹാർഡ് ആൻഡ് ഫ്രീഡം എന്ന് പറഞ്ഞത്. പൊരുതി നേടിയ സ്വാതന്ത്ര്യം, ഹാർഡ് ആൻഡ് ഫ്രീഡവും സോവറിറ്റിയും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതായിരുന്നു നെഹ്റുവിൻ്റെ ഫോറിൻ പോളിസിയുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. അപ്പോൾ ക്ലിയർ ആയല്ലോ? കൂടെ തന്നെ പഠിച്ചു പോയിക്കോണം. ഫസ്റ്റ് നെഹ്റുവിൻ്റെ ഫോറിൻ പോളിസിക്ക് എത്ര ഒബ്ജക്റ്റീവ്സ് ആണ് ഉണ്ടായിരുന്നത്? 3 ഒബ്ജക്റ്റീവ്സ്. ഫസ്റ്റ് ടു പ്രൊമോട്ട് ഹാർഡ് ആൻഡ് ഫ്രീഡം ആൻഡ് സോവറിറ്റി. രണ്ടാമത് സെക്കൻഡ് പോയിന്റ് ടു പ്രൊട്ടക്റ്റ് ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ഓഫ് ദ കൺട്രി. രാജ്യത്തിൻ്റെ ഭൂപരമായ ഐക്യം, ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി, ഭൂപരമായ ഐക്യത്തെ എന്ത് ചെയ്യുക? പ്രൊട്ടക്റ്റ് ചെയ്യുക, സംരക്ഷിക്കുക. എന്താ പറഞ്ഞത്? ടു പ്രൊട്ടക്റ്റ് ദ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ഓഫ് ദ കൺട്രി. രാജ്യത്തിന്റെ ഭൂപരമായ ഐക്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക, സംരക്ഷിക്കുക. ഇതും ആരുടെ ഫോറിൻ പോളിസിയുടെ ലക്ഷ്യമായിരുന്നു? നെഹ്റുവിൻ്റെ ഫോറിൻ പോളിസിയുടെ ലക്ഷ്യമായിരുന്നു. ആൻഡ് ലാസ്റ്റ് അവസാനത്തത് ടു പ്രൊമോട്ട് റാപ്പിഡ് എക്കണോമിക് ഡെവലപ്മെന്റ്. ടു പ്രൊമോട്ട്, ഉയർത്തുക, ഉയർത്തിക്കാട്ടുക. എന്തിന് പ്രാധാന്യം കൊടുക്കുക? അല്ലെ പരിപോഷിപ്പിക്കുക. എന്തിനെ പരിപോഷിപ്പിക്കുക? റാപ്പിഡ് എക്കണോമിക് ഡെവലപ്മെന്റ്. എന്താ റാപ്പിഡ് എക്കണോമിക് ഡെവലപ്മെന്റ്? ത്വരിതഗതിയിലുള്ള, വേഗത്തിലുള്ള സാമ്പത്തിക വികാസം. വേഗത്തിലുള്ള സാമ്പത്തിക വികാസം, അതിന് വേണം പ്രാധാന്യം കൊടുക്കാൻ, അതിനെ പരിപോഷിപ്പിക്കുക. കാരണം ബ്രിട്ടീഷുകാരിൽ നിന്നും സാമ്പത്തിക ചൂഷണം നേരിടേണ്ടി വന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ ബ്രിട്ടീഷുകാർ കാർന്നെടുത്തു. ഇന്ത്യയെ ചൂഷണം ചെയ്തു, എക്സ്പ്ലോയിറ്റ് ചെയ്തു. അപ്പോൾ ഇന്ത്യയെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്ത് ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥയെ എന്ത് ചെയ്തു? അവർ കൊളാപ്സ് ചെയ്തു, തകർത്തെറിഞ്ഞു. അതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യണം? ഒരു മോചനം വേണം. അതിന് ആ മോചനം എന്തിലൂടെ വേണം? റാപ്പിഡ് എക്കണോമിക് ഡെവലപ്മെന്റ്, ത്വരിതഗതിയിലുള്ള സാമ്പത്തിക വികസനത്തിലൂടെ വേണം. ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ നേടിയെടുക്കണമെങ്കിൽ ഇന്ത്യ ഏത് നയം സ്വീകരിക്കണം? ചേരിചേരാ നയം, നോൺ അലൈൻഡ് മൂവ്മെന്റ് പോളിസി സ്വീകരിക്കണമായിരുന്നു. അതുകൊണ്ടാണ് നെഹ്റു എന്ത് രൂപപ്പെടുത്തിയത്? ഒരു സ്വന്തമായ ഒരു ഫോറിൻ പോളിസി രൂപപ്പെടുത്തിയത്. നെഹ്റു ഒരു വിദേശ നയം രൂപപ്പെടുത്തി. ആ വിദേശ നയമാണ് നോൺ അലൈൻഡ് മൂവ്മെന്റ് നോൺ അലൈൻഡ് പോളിസി എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ദ ഫോറിൻ പോളിസി ഓഫ് നെഹ്റു ഹാഡ് 3 ഒബ്ജക്റ്റീവ്സ്. നെഹ്റുവിൻ്റെ ഫോറിൻ പോളിസിക്ക് 3 ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. വാട്ട് ആർ ദേ? അവ എന്തെല്ലാമാണ്? ആദ്യത്തെ നമ്മൾ പറഞ്ഞു ടു പ്രൊട്ടക്റ്റ് ഹാർഡ് ആൻഡ് ഫ്രീഡം ആൻഡ് സോവറിറ്റി. പൊരുതി നേടിയ സ്വാതന്ത്ര്യവും
പരമാധികാരവും സംരക്ഷിക്കുക. രണ്ടാമത്തത് ടു പ്രൊട്ടക്ട് ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ഓഫ് ദ കൺട്രി, രാജ്യത്തിന്റെ ഭൂപരമായ ഐക്യത്തെ സംരക്ഷിക്കുക. ലാസ്റ്റ് ടു പ്രൊവൈഡ് റാപ്പിഡ് എക്കണോമിക് ഡെവലപ്മെന്റ്. റാപ്പിഡ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വേഗത്തിലുള്ള ത്വരിതഗതിയിലുള്ള സാമ്പത്തിക വികാസം. ഇത് മൂന്നുമാണ് ആരുടെ ഫോറിൻ പോളിസിക്കുണ്ടായിരുന്ന ലക്ഷ്യങ്ങൾ, നെഹ്റുവിന്റെ ഫോറിൻ പോളിസിയുടെ പ്രധാന ഒബ്ജക്റ്റീവ്സ്. ക്ലിയർ ആയല്ലോ? ഇനി ഇപ്പൊ നെഹ്റു ഒരു ഫോറിൻ പോളിസി ഫോം ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. നെഹ്റുവിന്റെ ഫോറിൻ പോളിസി നെഹ്റു ചൈനീസ് ഭരണാധികാരിയായിരുന്ന ചൗവൻലായെ കൊണ്ട് അംഗീകരിപ്പിച്ചു. അതിനുവേണ്ടി നെഹ്റുവും ചൗവൻലായും ചേർന്ന് ഒരു പ്രിൻസിപ്പിൾ ഫോമുലേറ്റ് ചെയ്തു. ആ പ്രിൻസിപ്പിളിനെ പഞ്ചശീൽ പ്രിൻസിപ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. ഏതാണ്? പഞ്ചശീൽ. പഞ്ചശീൽ പ്രിൻസിപ്പിൾസ്. ആരൊക്കെ തമ്മിലാണ് പഞ്ചശീൽ പ്രിൻസിപ്പിൾ ഒപ്പുവെച്ചത്? ഇത് സൈൻ ചെയ്തത് അല്ലെങ്കിൽ ഫോമുലേറ്റഡ്, പഞ്ചശീൽ പ്രിൻസിപ്പിൾ വാസ് ഫോമുലേറ്റഡ് ബൈ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ആൻഡ് ചൈനീസ് റൂളർ ചൗവൻലായ്. ആരൊക്കെ തമ്മിലാണ് പഞ്ചശീൽ പ്രിൻസിപ്പിൾ ഫോമുലേറ്റ് ചെയ്തത്? നെഹ്റുവും ചൗവൻലായും ചേർന്നാണ്. ഓക്കെ, അപ്പോൾ ആരായിരുന്നു ചൗവൻലായ്? ചൈനീസ് റൂളർ ആയിരുന്നു, ചൈനീസ് ഭരണാധികാരിയായിരുന്നു ചൗവൻലായ്. ഓക്കെ, അപ്പോൾ ഏത് വർഷമാണ് ഇത് ഫോം ചെയ്തത്? 1954, 1954. 1954 ആരൊക്കെ ചേർന്നാണ് ഇത് ഫോം ചെയ്തത്? നെഹ്റു, ജവഹർലാൽ നെഹ്റുവും പിന്നെ ആരാണ്? ചൗവൻലായും ചേർന്നാണ് ഇത് രൂപീകരിച്ചത്. നെഹ്റുവും ചൗവൻലായും ചേർന്നാണ് ഏത് പ്രിൻസിപ്പിൾസ് ഫോമുലേറ്റ് ചെയ്തത്? പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് ഫോമുലേറ്റ് ചെയ്തത്. ഈ പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 5 തത്വങ്ങളാണ് ഇതിൽ ഉണ്ടായിരുന്നത്. 5 പ്രിൻസിപ്പിൾസ്. അതാണ് പഞ്ചശീൽ പ്രിൻസിപ്പിൾസ്. എന്തൊക്കെയാണ് ഈ 5 തത്വങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ആദ്യത്തേത് മ്യൂച്വൽ റെസ്പെക്ട് ഈച്ച് അതേഴ്സ് ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ആൻഡ് സോവറിറ്റി. എന്താ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി? ഭൂപരമായ ഐക്യവും അതുപോലെ തന്നെ സോവറിറ്റി പരമാധികാരത്തെയും ആരുടെയൊക്കെ അതിനെ മ്യൂച്വൽ റെസ്പെക്ട് ചെയ്യുക, പരസ്പരം ബഹുമാനിക്കുക. അപ്പോൾ ഇന്ത്യയുടെ പരമാധികാരത്തെ അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭൂപരമായ ഐക്യത്തെ ചൈന ബഹുമാനിക്കണം. അതുപോലെ തന്നെ ചൈനയുടെ പരമാധികാരത്തെയും അവരുടെ ഭൂപരമായ ഐക്യത്തെ ഇന്ത്യയും ബഹുമാനിക്കണം. അപ്പോൾ മ്യൂച്വൽ റെസ്പെക്ട്, പരസ്പരം എന്ത് വേണം? ബഹുമാനം വേണം, ആദരവ് വേണം. എന്തിനോട്? ഈച്ച് അതേഴ്സ്, പരസ്പരം എന്തിന്? ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ആൻഡ് സോവറിറ്റി. അപ്പോൾ പഠിച്ചോ കൂടെ തന്നെ മ്യൂച്വൽ റെസ്പെക്ട് ഈച്ച് അതേഴ്സ് ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ആൻഡ് സോവറിറ്റി. ക്ലിയർ ആയല്ലോ? സെക്കൻഡ് വൺ, രണ്ടാമത്തത് മ്യൂച്വൽ നോൺ അഗ്രഷൻ. രണ്ടാമത്തെ സെക്കൻഡ് പോയിന്റിൽ പറയുന്നു എന്താ നോൺ അഗ്രഷൻ? പരസ്പരം ആക്രമിക്കാതിരിക്കുക. മ്യൂച്വൽ നോൺ അഗ്രഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യരുത്? ആക്രമിക്കരുത്. ഇന്ത്യ ചൈനയെയും ചൈന ഇന്ത്യയെയും ആക്രമിക്കരുത്. രണ്ടാമത്തെ തത്വം മ്യൂച്വൽ നോൺ അഗ്രഷൻ. ക്ലിയർ ആയല്ലോ? ഇനി തേർഡ് വൺ, നോൺ ഇന്റർഫറൻസ് ഇൻ ഈച്ച് അതേഴ്സ് ഇന്റേണൽ അഫയേഴ്സ്. എന്താ ഇന്റേണൽ അഫയേഴ്സ്? ആഭ്യന്തര പ്രശ്നങ്ങളിൽ. ആഭ്യന്തര പ്രശ്നങ്ങളിൽ പരസ്പരം ഇന്റർഫിയർ ചെയ്യരുത്, പരസ്പരം ഇടപെടരുത്. അപ്പോൾ പരസ്പരം ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടാതിരിക്കുക. അടുത്ത പോയിന്റ്. അപ്പൊ എന്താ പറഞ്ഞത്? നോൺ ഇന്റർഫറൻസ്, പരസ്പരം ഇടപെടാതിരിക്കുക. ഇൻ ഈച്ച് അതേഴ്സ് ഇന്റേണൽ അഫയേഴ്സ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആഭ്യന്തര കാര്യങ്ങളിൽ. ഇപ്പൊ ഇന്ത്യക്കകത്തൊരു പ്രശ്നമുണ്ടായി, ആ പ്രശ്നത്തിൽ ചൈന ഇടപെടരുത്. ചൈനയ്ക്കുള്ളിൽ ഒരു പ്രശ്നമുണ്ടായി, അതിൽ ഇന്ത്യ ഇടപെടരുത്. ഓക്കെ, അപ്പൊ പരസ്പരമുള്ള അതാണ് ഇന്റേണൽ അഫയേഴ്സ്, ആഭ്യന്തര പ്രശ്നം.
ആ ആഭ്യന്തര പ്രശ്നങ്ങളിൽ പരസ്പരം ഇരു രാജ്യങ്ങളും ഇടപെടാതിരിക്കുക. അടുത്ത നാലാമത്തത് മ്യൂച്വൽ ഇക്വാളിറ്റി ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. എന്ത് നിലനിർത്തണം? പരസ്പര മ്യൂച്വൽ ഇക്വാളിറ്റി. ഇക്വാളിറ്റി മീൻസ് സമത്വവും സൗഹാർദ്ദവും. പരസ്പരം സമത്വവും വേണം, തുല്യതയും വേണം, സൗഹാർദ്ദവും വേണം. ഇന്ത്യയും ചൈനയും തമ്മിൽ മ്യൂച്വൽ എന്ത് വേണം? ഇക്വാളിറ്റി ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. എന്തൊക്കെ നിലനിർത്തണമെന്നാണ് പറഞ്ഞത്? എന്ത് പുലർത്തുക? പരസ്പര സൗഹൃദവും അതുപോലെ തന്നെ ഇക്വാളിറ്റി സമത്വവും പുലർത്തുക. ആൻഡ് ലാസ്റ്റ് വൺ, അഞ്ചാമത്തത് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്. സമാധാനപരമായ സഹവർത്തിത്വം, നിലനിൽപ്പ്. ഇരു രാജ്യങ്ങളും തമ്മിൽ എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത്? സമാധാനപരമായി. പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, സമാധാനപരമായ സഹവർത്തിത്വം. ഇത്രയും കാര്യങ്ങളാണ്, ഈ 5 പോയിന്റുകളാണ് എന്തിൽ ഉൾപ്പെട്ടിരുന്നത്? പഞ്ചശീൽ പ്രിൻസിപ്പിൾസിൽ ഉൾപ്പെട്ടിരുന്നത്. ഓക്കെ, ഇതിൽ പ്രധാനമായും എത്ര തത്വങ്ങളാണ് ഉണ്ടായിരുന്നത്? 5 പ്രിൻസിപ്പിൾസ് ആണ് ഇതിൽ ഉൾപ്പെട്ടിരുന്നത്. പഞ്ചശീൽ പ്രിൻസിപ്പിൾസിൽ 5 തത്വങ്ങളാണ് ഉൾപ്പെട്ടിരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ഒരിക്കൽ കൂടെ പറയാം. ജവഹർലാൽ നെഹ്റുവും ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റുവും ചൈനീസ് റൂളറായിരുന്ന ചൗ എൻലായും ചേർന്നാണ് എന്ത് രൂപപ്പെടുത്തിയത്? പഞ്ചശീൽ പ്രിൻസിപ്പിൾ രൂപപ്പെടുത്തി അതിനകത്ത് സൈൻ ചെയ്തു, ഒപ്പുവെച്ചു പരസ്പരം. എന്തൊക്കെയാണ് ഇതിനകത്ത് സൂചിപ്പിച്ചിരുന്നത്? മ്യൂച്വൽ റെസ്പെക്ട്, ഈച്ച് അതേഴ്സ് ഇന്റേണൽ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ആൻഡ് സോവറിറ്റി. ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ മ്യൂച്വൽ നോൺ അഗ്രഷൻ. തേർഡ് വൺ. മൂന്നാമത്തെ എന്താണ് നമ്മൾ പറഞ്ഞത്? നോൺ ഇന്റർഫറൻസ് ഇൻ ഈച്ച് അതേഴ്സ് ഇന്റേണൽ അഫയേഴ്സ്. സെക്കൻഡ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞു മ്യൂച്വൽ ഇക്വാളിറ്റി ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. ആൻഡ് ലാസ്റ്റ് വൺ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്. ഇത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഞ്ചശീൽ പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വെരി വെരി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ, മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പഞ്ചശീൽ പ്രിൻസിപ്പിൾ. ഓക്കെ, ഇപ്പോൾ ചോദിച്ചാൽ എഴുതാമല്ലോ. 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നെഹ്റുവിൻ്റെ ഫോറിൻ പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞു. രണ്ടാമത് പഞ്ചശീൽ പ്രിൻസിപ്പിൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് നോൺ അലൈൻഡ് മൂവ്മെന്റിന്റെ ഫോർമേഷനിലേക്ക് നമുക്ക് എത്താം. ഇതിലേക്ക് എത്താം. നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ നോൺ അലൈൻഡ് മൂവ്മെന്റ്. എന്താണ് നോൺ അലൈൻഡ് മൂവ്മെന്റ്? ചേരിചേരാ പ്രസ്ഥാനം. അത് പറയുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, സ്വാതന്ത്ര്യത്തിനു ശേഷം നെഹ്റു സോവിയറ്റ് ചേരിയിലും ചേർന്നില്ല, അമേരിക്കൻ ചേരിയിലും ചേർന്നില്ല. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പോളിസി നെഹ്റു ഫോം ചെയ്തു. ആ പോളിസി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നെഹ്റു ഫോം ചെയ്ത ഈ പോളിസിയെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചേരിചേരാ നയം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ചേരിചേരാ നയം പിന്നീട് ഒരു സംഘടനയുടെ രൂപീകരണത്തിന് കാരണമായി. നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്. എന്തിന്റെ രൂപീകരണം? നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ നാം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നാം. ഫോർമേഷൻ ഓഫ് നാം. എന്താണ് നാം? നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്. അതാണ് നാം എന്നറിയപ്പെടുന്നത്. നാമിന്റെ ഫോർമേഷൻ എങ്ങനെ ഉണ്ടായി? യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ ഒരു സംഘടന രൂപീകരിക്കേണ്ടത്, പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു സംഘടന രൂപീകരിക്കണം എന്ന് ആരുടെ മനസ്സിലുണ്ടായിരുന്നു? ജവഹർലാൽ നെഹ്റുവിന്റെ മനസ്സിലുണ്ടായിരുന്നു. നെഹ്റു സ്വാതന്ത്ര്യത്തിന് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന് ഉറപ്പായി. ആ സമയത്ത് ഏകദേശം ഒരു 1947 മാർച്ച് മാസമൊക്കെ ആയപ്പോൾ ഡൽഹിയിൽ വെച്ച് ഒരു കോൺഫറൻസ് നടന്നു. ഓർക്കണം, 1947 എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇൻഡിപെൻഡൻസിന് ശേഷമാണെന്ന്. അല്ല, മാർച്ച് മാസത്തിലായിരുന്നു. ഏകദേശം സ്വാതന്ത്ര്യത്തിനൊരു 4-5 മാസം മുൻപ്. 47-ലും അതുപോലെ തന്നെ പിന്നീട് സ്വാതന്ത്ര്യത്തിനു ശേഷം 49-ലും എന്ത് നടന്നു? മീറ്റിംഗ് നടന്നു. ഈ 2 വർഷവും ഡൽഹിയിൽ വെച്ച് ഒരു മീറ്റിംഗ് നടന്നു. ഏഷ്യൻ റിലേഷൻസ് കോൺഫറൻസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏഷ്യൻ റിലേഷൻസ്
കോൺഫറൻസ്. ഏഷ്യൻ റിലേഷൻസ് കോൺഫറൻസ് എന്ന് പറയുന്ന ഒരു മീറ്റിംഗ് എവിടെ വെച്ച് നടന്നു? ഡൽഹിയിൽ വെച്ച് നടന്നു. ഓക്കെ, ഡൽഹിയിൽ വെച്ച് നടന്ന ഈ മീറ്റിംഗ് എന്തിന്റെ ആവശ്യകതയാണ് ഉയർത്തിക്കാട്ടിയത്? നെസസിറ്റി ഓഫ് ദ യൂണിറ്റി ഓഫ് ഏഷ്യൻ കൺട്രീസ്. ഏഷ്യൻ രാജ്യങ്ങളുടെ യൂണിറ്റിയെ എന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യുക. അതിന്റെ ആവശ്യകത. ഏഷ്യൻ രാജ്യങ്ങൾ ഐക്യത്തോടെ നിൽക്കേണ്ടത് ആവശ്യമാണ്. ഈ ഏഷ്യൻ രാജ്യങ്ങളുടെ ഐക്യത്തിന് വേണ്ടി എവിടെ വെച്ച് 2 മീറ്റിങ്ങുകൾ നടന്നു? ഡൽഹിയിൽ വെച്ച് 2 മീറ്റിങ്ങുകൾ നടന്നു. ഒന്ന് 1947-ലും ഒന്ന് 1949-ലും. അന്ന് കുറെ ചർച്ചകളും മറ്റുമൊക്കെ നടന്നു. അതിനുശേഷം 1954-ൽ പഞ്ചശീൽ നെഹ്റു പ്രഖ്യാപിച്ചു. പഞ്ചശീൽ ഇന്ത്യയുടെ എന്താണ്? ഫോറിൻ പോളിസിയുടെ എന്താണ്? ഇന്റഗ്രൽ പാർട്ടാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് നെഹ്റു പ്രഖ്യാപിച്ചു. ആരുമായിട്ട്? കഴിഞ്ഞ നമ്മൾ പറഞ്ഞു, ജവഹർലാലുമായിട്ട് പഞ്ചശീൽ ഒപ്പുവെച്ച് നെഹ്റു പ്രഖ്യാപിച്ചു. പഞ്ചശീൽ പ്രിൻസിപ്പിൾ ആണ് ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ ഇന്റഗ്രൽ പാർട്ട്. പഞ്ചശീൽ became integral part of India's foreign policy. ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ ഇന്റഗ്രൽ പാർട്ടാണ് പഞ്ചശീൽ എന്ന് പ്രഖ്യാപിച്ചു. ക്ലിയർ ആയല്ലോ? ഏത് വർഷമാണ്? 1954-ൽ. അതിനുശേഷം 55-ൽ അടുത്ത മീറ്റിംഗ് നടന്നു ബാന്തൂങ്ങിൽ വെച്ച്. 55 ബാന്തൂങ് കോൺഫറൻസ്. ബാന്തൂങ് കോൺഫറൻസ് എന്നാണ് നടന്നത്? 1955-ലാണ്. ഈ മീറ്റിംഗിൽ വെച്ചാണ്, ബാന്തൂങ്ങിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ വെച്ചാണ് നാം എന്ന സംഘടന ഫോം ചെയ്തത്. ബാന്തൂങ് കോൺഫറൻസിൽ വെച്ച് നാം വാസ് ഫോംഡ്. നാം മീൻസ് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്. നാം വാസ് ഫോംഡ്. ഓക്കെ, അപ്പോൾ ബാന്തൂങ് കോൺഫറൻസിൽ വെച്ച് നാം എന്ന സംഘടന ഫോം ചെയ്യപ്പെട്ടു. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് 1956 ബ്രിയോൺ കോൺഫറൻസ്. ബ്രിയോൺ കോൺഫറൻസ്. ബ്രിയോൺ കോൺഫറൻസ് 1956-ൽ. ഈ ബ്രിയോൺ കോൺഫറൻസിൽ വെച്ചാണ് എന്ത് ചെയ്തത്? ഇതിന്റെ ഡ്രാഫ്റ്റ് ഫോം ചെയ്തത്. ദ ഡ്രാഫ്റ്റ് ഓഫ് നാം വാസ് പ്രിപ്പയർഡ്. എന്തിന്റെ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തു? നാമിന്റെ ഡ്രാഫ്റ്റ് മീൻസ് രൂപരേഖ. മേളിലേക്ക് എഴുതാം. നാമിന്റെ എന്ത് പ്രിപ്പയർ ചെയ്തു? ഡ്രാഫ്റ്റ്. The draft of NAM was prepared. എന്ത് രൂപീകരിച്ചു? നാമിന്റെ രൂപരേഖ ഇവിടെ വെച്ച് പ്രിപ്പയർ ചെയ്തു, തയ്യാറാക്കി. ക്ലിയർ ആയല്ലോ? നാമിന്റെ രൂപരേഖ തയ്യാറാക്കിയത് ഏത് മീറ്റിംഗിലാണ്? ബ്രിയോൺ കോൺഫറൻസിലാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് 1961-ൽ മീറ്റിംഗ് നടന്നത് ബെൽഗ്രേഡ് കോൺഫറൻസ്. ബെൽഗ്രേഡ് കോൺഫറൻസ്. ബെൽഗ്രേഡ് കോൺഫറൻസ്. ബെൽഗ്രേഡ് കോൺഫറൻസിൽ വെച്ചാണ് നാം വാസ് ഫോർമലി ഇനാഗുറേറ്റഡ്. ഔദ്യോഗികമായിട്ട് നാം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്.
നാം എന്ത് ചെയ്യപ്പെട്ടു? ഫോർമലി ഇനാഗുറേറ്റഡ്. NAM was formally inaugurated. നാം എന്ന് പറയുന്ന സംഘടന എന്ത് ചെയ്യപ്പെട്ടത്? ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഏത് വർഷമാണ്? 1961. അപ്പോൾ നാമിന്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട കോൺഫറൻസുകളെ കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത്. നാമിന്റെ ഫോർമേഷൻ, നാം മീൻസ് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്. നോൺ അലൈൻമെന്റ് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട കോൺഫറൻസുകൾ ഒന്ന് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് 1947 മുതൽ 1949 വരെ ഏഷ്യൻ റിലേഷൻസ് കോൺഫറൻസ് നടന്നു ഡൽഹിയിൽ വെച്ച്, ഏഷ്യൻ രാജ്യങ്ങളുടെ ഐക്യം ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടി. രണ്ടാമത്തത് 1954 പഞ്ചശീൽ became the integral part of ഇന്ത്യൻ ഫോറിൻ പോളിസി. ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ ഏറ്റവും പ്രധാന ഘടകം പഞ്ചശീലാണെന്ന് പ്രഖ്യാപിച്ചു 54. അടുത്തത് 1955 ബാന്തൂം കോൺഫറൻസിൽ വെച്ച് നാം വാസ് ഫോംഡ്. നാം എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കപ്പെട്ടു. 1956 ബ്രിയോൺ കോൺഫറൻസിൽ വെച്ച് ദ ഡ്രാഫ്റ്റ് ഓഫ് നാം വാസ് പ്രിപ്പയർഡ്. നാമിന്റെ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ രൂപരേഖ തയ്യാറാക്കി. ആദ്യം സംഘടന രൂപീകരിച്ചു. 55 സംഘടന ബാന്തൂം കോൺഫറൻസിൽ വെച്ച് സംഘടന രൂപീകരിച്ചു, നാം രൂപീകരിച്ചു. പിന്നീട് ആ സംഘടന എങ്ങനെ പ്രവർത്തിക്കണം, അതിനൊരു ഭരണഘടന വേണ്ടേ, അതിനൊരു രൂപരേഖ വേണ്ടേ? ആ രൂപരേഖ തയ്യാറാക്കി, ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തു. ഏത് കോൺഫറൻസിൽ? ബ്രിയോൺ കോൺഫറൻസ് 1956. അവസാനം 1961 ബൽഗ്രേഡ് കോൺഫറൻസ്, ഓർമ്മിക്കണം, ബൽഗ്രേഡ് കോൺഫറൻസിൽ വെച്ച് നാം എന്ത് ചെയ്തു? വാസ് ഒഫീഷ്യലി ഇനാഗുറേറ്റഡ്. ഔദ്യോഗികമായിട്ട് നാം എന്ത് ചെയ്യപ്പെട്ടു? ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ടു, ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തു, അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നു. ക്ലിയർ ആയല്ലോ? അപ്പൊ നാമിന്റെ ഫോർമേഷൻ വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അവസാനത്തെ 3 കാര്യങ്ങളാണ്: ബാന്തൂം കോൺഫറൻസ്, ബ്രിയോൺ കോൺഫറൻസ്, അതുപോലെ തന്നെ ബെൽഗ്രേഡ് കോൺഫറൻസ്. അത് 3ഉം ഒരു കാരണവശാലും മറക്കരുത്. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത് മറക്കാവുന്നല്ല, ബാക്കിയുള്ളതിനേക്കാൾ ഇമ്പോർട്ടന്റ് ഇതാണ്. 54 നമുക്കറിയാം പഞ്ചശീൽ പ്രിൻസിപ്പിൾ, നെഹ്റുവും ജവഹർലാലും ചേർന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. പിന്നീട് 47, 49 ഏഷ്യൻ റിലേഷൻസ് കോൺഫറൻസ്. ഏഷ്യൻ റിലേഷൻസ് കോൺഫറൻസ് നടന്ന സ്ഥലം ഓർമ്മിക്കണം, അത് ഡൽഹിയാണ്. 47 ഡൽഹിയിൽ വെച്ച്, 49 ഡൽഹിയിൽ വെച്ചാണ് ഈ കോൺഫറൻസ് നടന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മള് ചൈനയുമായി ഒപ്പുവെച്ച പഞ്ചശീൽ പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചു. അതിനു മുമ്പ് നെഹ്റു ഫോം ചെയ്ത ഫോറിൻ പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ് പഠിച്ചു. അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത് നാമിന്റെ ഫോർമേഷനാണ്. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ പഠിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ചൈനീസ് ഇൻവേഷൻ ഓഫ് 1962 ആണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. ചൈനയുടെ ഇന്ത്യ ആക്രമണം. 1962 ചൈന ഇന്ത്യ ആക്രമിച്ചു, അല്ലയോ? എന്തിനു വേണ്ടിയാണ് ചൈന ആക്രമിച്ചത്? എന്തായിരുന്നു സാഹചര്യം? സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യയും ചൈനയും തമ്മിൽ ആദ്യകാലത്ത് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു, വളരെ സൗഹൃദപരമായിരുന്നു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള റിലേഷൻ. എന്തിനു ശേഷമാണ്? സ്വാതന്ത്ര്യത്തിനു ശേഷം. അപ്പോൾ സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യയും ചൈനയും തമ്മിൽ വളരെ സൗഹൃദ ബന്ധം നിലനിർത്തിയിരുന്നു. ഇന്ത്യ ചൈനയും തമ്മിൽ, അതുകൊണ്ടാണ് പഞ്ചശീൽ പ്രിൻസിപ്പിളിലൊക്കെ ഒപ്പുവെച്ചത് 54. അപ്പോൾ ആദ്യകാലത്ത് 47 തൊട്ട് ആദ്യകാലങ്ങളിൽ മികച്ച ബന്ധം തന്നെ ഇന്ത്യയും ചൈനയും തമ്മിൽ നിലനിന്നിരുന്നു. എന്നാൽ പിന്നീട് പതുക്കെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴാൻ തുടങ്ങി. ഇന്ത്യയും ചൈനയും പരസ്പരം ശത്രു രാജ്യങ്ങളായി മാറുവാൻ തുടങ്ങി. അതിനുള്ള പ്രധാന കാരണം അതിനു മുമ്പ് തന്നെ തുടങ്ങി. 1950 ചൈന തിബറ്റിനെ കീഴടക്കി. തിബറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ഒരു പ്രദേശമാണ്. ചൈന ആരെ കീഴടക്കി? തിബറ്റിനെ കീഴടക്കി ചൈനയോട് കൂട്ടിച്ചേർത്തു. ഇന്ത്യയും ചൈനയും തമ്മിൽ സൗഹൃദ ബന്ധം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യ ഒരിക്കലും ചൈന തിബറ്റിനെ ആക്രമിച്ചതിനെ എതിർത്തില്ല. ചൈനയ്ക്കെതിരെ ഇന്ത്യ യാതൊരു തരത്തിലും അതിനെ ഒപ്പോസ് ചെയ്തതുമില്ല. ഇന്ത്യ അതിനെ എതിർത്തില്ല. in 1950 ചൈന ക്യാപ്ചേർഡ് തിബറ്റ്. 1950 ചൈന തിബറ്റിനെ പിടിച്ചെടുത്തു. പക്ഷേ ഇന്ത്യ എന്ത് ചെയ്തില്ല? ഇന്ത്യ ഡിഡ് നോട്ട് ഒപ്പോസ് ദിസ് അഗ്രഷൻ. ചൈനയുടെ ഈ അഗ്രഷനെ, ഈ അതിക്രമത്തെ ആരും ഒപ്പോസ് ചെയ്തില്ല. ഇന്ത്യ എന്ത് ചെയ്തില്ല? എതിർത്തില്ല. കാരണം ആരൊക്കെ തമ്മിൽ വളരെ നല്ല ബന്ധമായിരുന്നു? ഇന്ത്യയും ചൈനയും തമ്മിൽ. ഇന്ത്യയും ചൈനയും ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ ഏഷ്യൻ രാജ്യങ്ങളുടെ ഐക്യം പൂർണ്ണമാകൂ എന്ന്
ഇന്ത്യ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ചൈനയുമായി ഇന്ത്യ എന്ത് ചെയ്തില്ല, ചൈന തിബറ്റിനെ ആക്രമിച്ചപ്പോൾ പോലും, തിബറ്റിനെ കീഴടക്കിയപ്പോൾ പോലും ഇന്ത്യ എതിർത്തില്ല. എന്നാൽ പിന്നീട് തിബറ്റിനെ തകർത്തെറിയുന്ന, തിബറ്റിലെ ജനങ്ങളെ തകർത്തെറിയുന്ന ഒരു സമീപനമാണ് ആര് സ്വീകരിച്ചത്? ചൈന സ്വീകരിച്ചത്. തിബറ്റിനെ അടിച്ചമർത്തി, തിബറ്റിനെ ചൂഷണം ചെയ്ത്, തിബറ്റിനെ ഒരു കോളനിയായി ആര് കാണുവാൻ തുടങ്ങി? ചൈന കാണുവാൻ തുടങ്ങി. തിബറ്റിന്റെ സംസ്കാരത്തെ തന്നെ ഇല്ലാതാക്കുവാനുള്ള ശ്രമങ്ങളാണ് ആര് നടത്തിയത്? ചൈന നടത്തിയത്. പ്രശ്നം വഷളായി, അല്ലയോ? ഈ സമയത്താണ് ചൈന തിബറ്റിലെ ആൾക്കാരെ കൊന്നൊടുക്കുന്നു എന്ന് എന്ത് ചെയ്തു? ഒരുപാട് വാർത്തകളും മറ്റുമൊക്കെ പ്രചരിച്ചു. ഈ സമയത്ത് 1959 തിബറ്റിലെ ആത്മീയ നേതാവായിരുന്ന, സ്പിരിച്വൽ ലീഡറായിരുന്ന ദലൈലാമ എവിടെ എത്തി? ഇന്ത്യയിലെത്തി. ഇന്ത്യയിലെത്തിയെന്ന് പറഞ്ഞാൽ ദലൈലാമയെ ചൈന പിടികൂടുവാൻ തീരുമാനിച്ചു. അദ്ദേഹം അതുകൊണ്ട് തന്നെ തിബറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് അദ്ദേഹം ഇന്ത്യയോട് അഭയം ചോദിച്ചു, അല്ലയോ? നമ്മുടെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന ഒരു സമീപനമാണ് ഇന്ത്യക്കുള്ളത്. പ്രത്യേകിച്ച് മറ്റ് പ്രശ്നങ്ങളിലൊന്നും ഏർപ്പെടാതെ തീവ്രവാദികളെയോ മറ്റോ അങ്ങനെയുള്ളവരെയൊന്നും ഇന്ത്യ പ്രൊട്ടക്ട് ചെയ്തില്ല. അല്ലാതുള്ള വിഭാഗങ്ങളെയൊക്കെ ഇന്ത്യ എന്ത് ചെയ്യും? പ്രൊട്ടക്ട് ചെയ്യും. അപ്പോൾ ഇന്ത്യ എന്ത് ചെയ്തു? ദലൈലാമയെ ഇന്ത്യ എന്ത് ചെയ്തു? ഇന്ത്യ അഭയം കൊടുത്തു, രാഷ്ട്രീയ അഭയം കൊടുത്തു. ഓക്കെ, അപ്പോൾ ദലൈലാമയ്ക്ക് ഇന്ത്യ രാഷ്ട്രീയ അഭയം കൊടുത്തത്, ഇന്ത്യ ഗേവ് പൊളിറ്റിക്കൽ അസൈലം to the Tibetan spiritual leader Dalai Lama. തിബറ്റിന്റെ ആത്മീയ നേതാവായിരുന്ന ദലൈലാമയ്ക്ക് ഇന്ത്യ രാഷ്ട്രീയ അഭയം കൊടുത്തു. ഇത് വലിയ വിഷയമായി. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം രൂക്ഷമായി. ഇത് കൂടാതെ, കാരണം ചൈന പിടികൂടാൻ ശ്രമിക്കുന്ന ദലൈലാമയ്ക്ക് ആര് പൊളിറ്റിക്കൽ അസൈലം കൊടുത്തു? എന്താ പൊളിറ്റിക്കൽ അസൈലം? രാഷ്ട്രീയ അഭയം. ഇന്ത്യ രാഷ്ട്രീയ അഭയം കൊടുത്തു. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായി. ഇത് മാത്രം, ഇറ്റ് പ്രൊവോക്ഡ് ചൈന. ഇത് ചൈനയെ എന്ത് ചെയ്തു? പ്രൊവോക്ക് ചെയ്തു, ചൈനയെ പ്രകോപിപ്പിച്ചു. ഇത് മാത്രമല്ല, ബോർഡർ ഡിസ്പ്യൂട്ടും ഇതിനിടയ്ക്ക് ഫോം ചെയ്തു. അതിർത്തി തർക്കം. ആരൊക്കെ തമ്മിലുള്ള അതിർത്തി തർക്കം? ബിറ്റ്വീൻ ദ ടു കൺട്രീസ്, ഇന്ത്യ ആൻഡ് ചൈന. ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി തർക്കവും രൂക്ഷമായി. അപ്പൊ രണ്ട് വിഷയങ്ങളാണ്. ഒന്ന് ദലൈലാമയ്ക്ക് ഇന്ത്യ പൊളിറ്റിക്കൽ അസൈലം നൽകിയതും, രണ്ടാമത്തത് ബോർഡർ ഡിസ്പ്യൂട്ട്സും. ഇത് എന്ത് ചെയ്തു? സീരിയസ് ആയി. ഈ വിഷയം യഥാർത്ഥത്തിൽ എന്തിൽ കൊണ്ടെത്തിച്ചു? ഒരു സീരിയസ് വാറിലേക്ക് എത്തി. അങ്ങനെ 1962 ആര് ഇന്ത്യ ആക്രമിച്ചു? ചൈന ഇൻവേഡഡ് ഇന്ത്യ, ഇല്ലയോ? ചൈന ആരെ ആക്രമിച്ചു? ഇന്ത്യയെ ആക്രമിച്ചു. വർഷം ഓർക്കണം, 1962. 1962 ചൈന ഇന്ത്യയെ ആക്രമിച്ചു. യഥാർത്ഥത്തിൽ പഞ്ചശീൽ പ്രിൻസിപ്പിൾ ലംഘിച്ചുകൊണ്ടല്ലേ ചൈന ഇന്ത്യയെ ആക്രമിച്ചത്? കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചില്ലേ? പരസ്പരം എന്ത് ചെയ്യാതിരിക്കുക? നോൺ അഗ്രഷൻ എന്ന് പറഞ്ഞില്ലയോ? പരസ്പരം ആക്രമിക്കാതിരിക്കുക. ഇന്ത്യ ചൈനയെയും ചൈന ഇന്ത്യയെയും ആക്രമിക്കരുതെന്ന് പഞ്ചശീൽ പ്രിൻസിപ്പിൾ പറഞ്ഞിരുന്നു. പക്ഷെ അത് വയലേറ്റ് ചെയ്തുകൊണ്ട് ചൈന ഇന്ത്യയെ ആക്രമിച്ചു എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ കിഴക്കൻ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ വടക്കൻ പ്രദേശങ്ങളിലുമൊക്കെ ചൈന ആധിപത്യം നേടി. ചൈന റീറ്റെയിൻഡ് ഇറ്റ്സ് കൺട്രോൾ ഓവർ ലഡാക്ക് ആൻഡ് നെഫ റീജിയൻസ്. ലഡാക്ക് പ്രദേശങ്ങളിലും ജമ്മു കാശ്മീരിലെ ലഡാക്ക് പ്രദേശങ്ങളിലും അതുപോലെ തന്നെ നേഫ റീജിയനിലുമൊക്കെ ചൈന അവരുടെ ആധിപത്യം നേടിയെടുക്കുകയും അരുണാചൽ പ്രദേശിന്റെ ഉൾപ്പെടെയുള്ള ചില പ്രദേശങ്ങൾ, ലഡാക്കിന്റെ, കാശ്മീരിന്റെ ഉൾപ്പെടെയുള്ള ചില പ്രദേശങ്ങൾ ചൈന കൈവശപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ 1962 യുദ്ധത്തിൽ ഇന്ത്യ ചൈനയോട് പരാജയപ്പെട്ടു. ഈ യുദ്ധത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇന്ത്യ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആരുടെ ആക്രമണം ഉണ്ടാകുമെന്ന്, ചൈനയുടെ ആക്രമണം ഉണ്ടാകുമെന്ന്. കാര്യം എന്താണ്? ഇന്ത്യയും ചൈനയും തമ്മിൽ ഏത് കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്? പ്രിൻസിപ്പിൾ ഓഫ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതിൽ പരസ്പരം ആക്രമിക്കില്ല എന്ന് ഇരു രാജ്യങ്ങളും സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ വയലേറ്റ്, നെഹ്റുവും ചൗവൻലായും തമ്മിലാണ് ഇത് ഒപ്പുവെച്ചത്. ഇതിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് ചൈന ഇന്ത്യയെ ആക്രമിച്ചു. ഇന്ത്യക്ക് യാതൊരു തയ്യാറെടുപ്പുകളും ഇല്ലായിരുന്നു. നെഹ്റുവിന് പ്രത്യേകിച്ച് നെഹ്റുവിൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ, ഒരു കാരണവശാലും ചൈനയിൽ നിന്നൊരു ആക്രമണം ഇന്ത്യക്ക് ഉണ്ടാകില്ല എന്ന ഒരു വിശ്വാസക്കാരനായിരുന്നു നെഹ്റു. അതുകൊണ്ട് തന്നെ അതിർത്തികളിൽ, ബോർഡറുകളിലൊന്നും വേണ്ടത്ര ഒരു സെക്യൂരിറ്റി ഇന്ത്യ കൊടുത്തിരുന്നില്ല. പക്ഷെ അതിന് തിരിച്ചടി കിട്ടി. ഇന്ത്യ 62 യുദ്ധത്തിൽ ചൈനയോട് പരാജയപ്പെട്ടു. ഓക്കെ, അപ്പോൾ 1962 ചൈനീസ് ഇൻവേഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഞാൻ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനി അതിൻ്റെ കോൺസിക്വൻസ്. ഇപ്പോൾ ചൈന ഇന്ത്യയുമായിട്ട് 62 യുദ്ധത്തിൽ ഏർപ്പെട്ടു, ചൈന വിജയിച്ചു. ഈ യുദ്ധത്തിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു?
ഇന്ത്യക്ക് ആകെ നാണക്കേടായി, യുദ്ധത്തിൽ പരാജയപ്പെട്ടു. കാരണം ഇന്ത്യ അമേരിക്കൻ ബ്ലോക്കിലും സോവിയറ്റ് ബ്ലോക്കിലും ചേരാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നതാണ്. ചേരിചേരാ നയം, നോൺ അലൈൻഡ് മൂവ്മെൻറ്റുമായിട്ട് നിന്ന ഇന്ത്യക്ക് യുദ്ധം നടക്കുന്ന സമയത്ത് ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും സഹായം പോലും തേടേണ്ട അവസ്ഥ വന്നു. അപ്പോൾ എന്ത് മോശപ്പെട്ട അവസ്ഥയാണ് ഇന്ത്യക്ക് നേരിടേണ്ടി വന്നത്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ അന്തസ്സിന് മങ്ങലേറ്റു. കാരണം യുദ്ധത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടു. യുദ്ധത്തിന് ശേഷം ഇന്ത്യയിലെ ആർമി കമാൻഡർമാർ ഒട്ടുമിക്കവരും ഒന്നുകിൽ റിട്ടയർ ചെയ്യുകയോ അല്ലെങ്കിൽ റിസൈൻ ചെയ്യുകയോ ചെയ്തു. മെനി ആർമി കമാൻഡേഴ്സ് എയ്തർ റിട്ടയർഡ് ഓർ റിസൈൻഡ്. ഒന്നുകിൽ റിട്ടയർ ചെയ്തു, അതായത് പിരിഞ്ഞുപോയി, അല്ലെങ്കിൽ രാജിവെച്ച് റിസൈൻ ചെയ്തു പോയി. കാരണം യുദ്ധത്തിലെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആർമി കമാൻഡർമാരിൽ ഒട്ടുമിക്ക നേതൃത്വ നിലയിലുണ്ടായിരുന്നവർ സ്വയം രാജിവെക്കുകയോ അല്ലെങ്കിൽ പിരിഞ്ഞു പോവുകയോ ചെയ്തു. അത് മാത്രമല്ല, ദെൻ ഡിഫൻസ് മിനിസ്റ്റർ VK കൃഷ്ണമേനോൻ ഹാഡ് ലീവ് ദ ക്യാബിനറ്റ്. അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന, മലയാളി കൂടിയായിരുന്ന VK കൃഷ്ണമേനോൻ തൻ്റെ ക്യാബിനറ്റ് പദവി രാജിവെച്ചു, മന്ത്രി പദം രാജിവെച്ചു. എന്തിൽ ഉള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത്? ചൈനയുമായുള്ള യുദ്ധത്തിലെ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന VK കൃഷ്ണമേനോൻ രാജിവെച്ചൊഴിഞ്ഞു. എന്തൊക്കെ മാറ്റങ്ങളാണ് ഇന്ത്യയിൽ വന്നത്. അത് മാത്രമല്ല, ചരിത്രത്തിൽ ആദ്യമായിട്ട് നെഹ്റു മന്ത്രിസഭയ്ക്കെതിരെ നോ കോൺഫിഡൻസ് മോഷൻ ഉണ്ടാകുന്നതും ചൈനീസ് യുദ്ധത്തിലെ പരാജയത്തിന് ശേഷമാണ്. എന്താണ് നോ കോൺഫിഡൻസ് മോഷൻ എന്ന് ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് നോ കോൺഫിഡൻസ് മോഷൻ? അവിശ്വാസ പ്രമേയം. ഗവൺമെന്റിനെ പുറത്താക്കാൻ വേണ്ടി പ്രതിപക്ഷം അവതരിപ്പിക്കുന്നതാണ് നോ കോൺഫിഡൻസ് മോഷൻ, അവിശ്വാസ പ്രമേയം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റിനെതിരെ അവിശ്വാസ പ്രമേയം രൂപപ്പെടുന്നത്. അപ്പോൾ നോ കോൺഫിഡൻസ് മോഷൻ ആർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു? നെഹ്റു ഗവൺമെന്റിന് ഫേസ് ചെയ്യേണ്ടി വന്നു. അത് മാത്രമല്ല, ഇതിനുശേഷം ചൈനയുമായിട്ടുള്ള യുദ്ധത്തിലെ പരാജയത്തിന് ശേഷം പിന്നീട് നടന്ന ലോകസഭാ ഇലക്ഷനിൽ കോൺഗ്രസ് പല സ്ഥലങ്ങളിലും പരാജയപ്പെട്ടു. കോൺഗ്രസിന്റെ പരാജയത്തിനുള്ള ഒരു കാരണമായിട്ട് ഉയർത്തിക്കാട്ടപ്പെട്ട പ്രധാന പ്രശ്നം ചൈനയുമായുള്ള യുദ്ധത്തിലെ പരാജയമായിരുന്നു. അത് നെഹ്റുവിൻ്റെ പോളിസിയിലുണ്ടായ, നെഹ്റു സ്വീകരിച്ച പോളിസിയുടെ പരാജയമാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ വിലയിരുത്തി. അപ്പോൾ ഇത് പിന്നീട് നടന്ന പല ലോകസഭാ ഇലക്ഷനിലെ പല മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പുകൾ പല സ്ഥലങ്ങളിലും നടന്നു. ഇതിലൊക്കെ കോൺഗ്രസ് പരാജയപ്പെട്ടു. കോൺഗ്രസ് ലോസ്റ്റ് സം ലോക്സഭാ സീറ്റ്സ്. കോൺഗ്രസിന് ലോസ്റ്റ് ചെയ്തു, നഷ്ടപ്പെട്ടു. സം ലോക്സഭാ സീറ്റ്സ്, ചില ലോക്സഭാ സീറ്റുകളും നഷ്ടപ്പെട്ടു. ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മൂഡ് പോലും എന്ത് ചെയ്യപ്പെട്ടു? ഒരു പുതിയ പാതയിലൂടെ പോകുവാൻ തുടങ്ങി. ഇത് എന്തിനു ശേഷം ഉണ്ടായതാണ്? ചൈനീസ് ആക്രമണത്തിന് ശേഷം. അപ്പോൾ ചൈനീസ് ഇൻവേഷൻ ഓഫ് 1962 കുറിച്ച് ചോദിച്ചാലോ, അതിൻ്റെ കോൺസിക്വൻസ്, അതിൻ്റെ അനന്തരഫലങ്ങൾ ചോദിച്ചാലോ ഇത്രയും കാര്യങ്ങൾ എഴുതണം. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ നമുക്കിനി 2-3 യുദ്ധങ്ങളാണ്. ഇനി അടുത്ത പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധങ്ങളാണ് അടുത്ത പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കണം. ഇന്നിപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നെഹ്റു ഫോം ചെയ്ത ഫോറിൻ പോളിസിയുടെ ഓബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരുന്നു, രണ്ടാമത്തത് പഞ്ചശീൽ പ്രിൻസിപ്പിൾ എന്തായിരുന്നു നമ്മൾ പറഞ്ഞു, മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നാമിൻ്റെ ഫോർമേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ലാസ്റ്റ് ചൈനീസ് ഇൻവേഷൻ ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ്, ചൈനയുടെ ആക്രമണവും അതിൻ്റെ അനന്തരഫലങ്ങളും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം.